സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്ന ഇവിടെ നമ്മളെ കുറ്റിക്കാട്, പൊന്നാനി കുറ്റിക്കാട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി കാര്യങ്ങളാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ചട്ടി പാത്രമൊക്കെ പണ്ട് വാങ്ങിയിരുന്നത്, പിന്നെ നമ്മൾ അലുമിനിയം എല്ലാം ഉടയുന്നത്, ചട്ടികൾ കലങ്ങളൊക്കെ വാങ്ങിയിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇപ്പം ആ കഴിക്കലൊക്കെ കുറഞ്ഞ് ഇപ്പം എല്ലാം സ്റ്റീല്, പിന്നെ അതുപോലെ ഫൈബർ, പിന്നെ ഉടയുന്ന പ്ലേറ്റുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ, പക്ഷേ എങ്കിൽ കൂടിയോ നമ്മൾ ഇതും കൂടി ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചട്ടി വാങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ചട്ടി ഞാൻ വാങ്ങി. എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടം ചട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന നമ്മളെ ഈ ഒരു ചേച്ചി ഇവിടെ ഉണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട ഒരാളാണ്. കുറേ കാലമായി ഇവർ കാലം മുതലേ ഉള്ളതാണ്, പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണ്. ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ITC കോളനീൻ്റെ അവിടെയാണ്. അവിടെ ഒരു ഫാമിലി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ പെട്ടൊരു ചേച്ചിയാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്താണ് ചേച്ചിയുടെ പേര്? രാധ. എന്താണ് നമ്മളെ വാണിയത്തിനൊക്കെ കച്ചവടം എന്താ പാട്? പുറത്തുനിന്നൊക്കെ കുറെ ആൾക്കാർ വന്നിരുന്നു. നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടാ? എന്താ അവരൊക്കെ സഹായിക്കോ? ഈ ആല എല്ലാവരും ഒന്നിച്ചാണോ അല്ലെങ്കിൽ ഒറ്റക്ക് ആലയാണോ ഉണ്ടാക്കുന്ന? ആല ഉണ്ടാക്കുന്നത് ഒന്നിച്ചൊരാലയാണ്. ഒന്നിച്ചാണ്. അപ്പോൾ ഒന്നിച്ചാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുക. നിങ്ങളെ മണ്ണ് വേറെയാണോ? ഓരോരുത്തരുടെ മണ്ണ് ഓരോരുത്തർ. ഈ മണ്ണ് എവിടുന്നാ കൊണ്ടിരുന്നത്? കുമ്പിടി ചന്തപ്പടിയാണ്. അങ്ങനെ. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ മുഖാന്തരം, ഏജന്റ് മുഖാന്തരം ആ മണ്ണ് ഇവിടെ എത്തും. പണ്ട് ഞങ്ങളവിടുത്തെ കണ്ടത്തിനൊക്കെ മണ്ണെടുത്ത് പോയിരുന്ന ആൾക്കാർ. അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേക്കൊക്കെ ഒരു സ്ഥിരമായിട്ടൊരു സ്ത്രീ വന്നിരുന്നു. നമ്മളെ നല്ല പരിചയമാണ്. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഉമ്മാൻ്റെ ആ സമയത്തൊക്കെ എന്നും വരും, ചട്ടി കൊടുക്കും, പോവും, നല്ല ഇതാണ്. അപ്പോൾ ഇന്ന് കൊടുത്ത് പോയി കഴിഞ്ഞാൽ പറയും ഈ ഒരു ചട്ടിയും കൂടി വേണം നമുക്ക്. അപ്പോൾ അടുത്ത വരവിന് കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ കൊണ്ടുവരും. അതുപോലെ മുറം, കൊട്ട, അതൊക്കെ കൊണ്ടുവരും. അതല്ല കൊണ്ടുവരും, അത് വേറെ ടീം. അങ്ങനത്തെവരാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. പക്ഷെ ഇന്ന് മക്കളൊക്കെ ആയപ്പോൾ ഓരോരുത്തർ ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇന്ന് കലം വാങ്ങി, ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളെ ഇതൊന്ന് ഒരു കലം വാങ്ങി, അത് ഞാൻ പ്രേക്ഷകർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊരാവശ്യമാണ്. അപ്പോൾ കച്ചവടം കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ ഈ പിന്നെ വാണിയം കഴിഞ്ഞതിന് ശേഷം കച്ചവടങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ എന്ന് ഇവിടെ ഉണ്ട്. അത് ശരി. അപ്പോൾ ഈ തലേ കയറ്റി കൊണ്ടിടക്കാൻ വയ്യ, കാലുകൊണ്ടും വയ്യ, വലിയ പാടാണ് അല്ലേ? നമ്മളിപ്പോൾ ഈ ജോലി ചെയ്ത ആൾക്കാർക്ക് വേറെ ജോലി ചെയ്യാനുള്ള ഒരു ഇതില്ല, വയ്യ. പിന്നെ പൊതുവെ നമുക്ക് എന്താണ് ജോലി? നമ്മളിപ്പോൾ എന്ത് ജോലിക്കാ പോവുക? തൊഴിലുറപ്പിന്. ആരാപ്പം നമ്മളെ ജോലിക്ക് വിളിക്കുക? ഇനിയിപ്പോൾ ആ ഒരു തൊഴിലുറപ്പാണ് ഇപ്പം നമുക്കൊരു ആശ്രയം. എന്തെങ്കിലും ഒരു 3 മാസം കൂടുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ, അത് കിട്ടുമോ? അങ്ങനെ അതിനുള്ളൊരു ഉറപ്പിൽ നമുക്ക് കായ് കടം വാങ്ങാലോ. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. അല്ല, അത് ശരി തന്നെയാണ്. പിന്നെ പക്ഷെ നിങ്ങൾ വെയിലുകൊണ്ടിരിക്കരുത്. എനിക്ക് കാണുമ്പോൾ ഒരു സങ്കടം തോന്നി. വെയിൽ അവിടെ ചെന്നിട്ടിരിക്കുക, അല്ലെങ്കിൽ കുട ചൂടിയിരിക്കുക, അതൊക്കെ നല്ലത്. നമ്മൾ വെയിലുകൊണ്ടിരുന്ന് അയച്ചൊന്നും കാര്യമില്ല. എന്തായാലും നമുക്ക് ഒരു റെസ്റ്റ് കിട്ടൂല. അപ്പോൾ റെസ്റ്റ് ഇവിടെ നിന്നുള്ള റെസ്റ്റ് കിട്ടിക്കോട്ടെ അല്ലേ? ശരിയല്ലേ? ഞാനും അങ്ങനെ തന്നെ. എനിക്ക് കുട ചൂടിയിട്ട് നടക്കണം. ഞാൻ എന്താ കുട ചൂടിയിട്ടാണ് അപ്പോൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വെയിലുള്ളാനും പറ്റൂല. അതുകൊണ്ടാണ് സംഭവം. അപ്പോൾ എൻ്റെ ചേച്ചിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഈ ചട്ടി ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ ഒരു ചട്ടിക്ക് എത്ര മണിക്കൂർ സമയം പിടിക്കും? ഒരു മണിക്കൂർ. അപ്പോൾ ഈ നിറം വരുന്ന ചൂളക്ക് വെച്ചാൽ ഈ നിറം വരും അല്ലേ? ആ ചൂളക്ക് വെക്കല് എല്ലാവരും ഒന്നിച്ചാ വെക്കുക? നിങ്ങളത് വേറെ? അതാണ് സംഭവം. അല്ലാതെ എല്ലാവരും ഒന്നിച്ച് വെക്കില്ല. നിങ്ങളത് വേറെ. നിങ്ങൾക്ക് ചൂളക്കൊക്കെ വിറക് വേറെ മേടിക്കണം,
അവർ വേറെ മേടിക്കണം, ഓരോരുത്തർ വെക്കുക. പക്ഷെ ഉണ്ടാക്കണ ആല ഒന്ന് മാത്രം. ആ തിരിക്കണത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറേ ഉണ്ട്. ആ വലിയ ആലയാണ്, പക്ഷെ തിരിക്കുന്ന കുറേ സ്ഥലത്ത് അങ്ങനെ തിരിക്കാം. നമുക്ക് ഇനിയിപ്പോൾ അവിടെയും കൂടി ഒന്ന് പോകണം. പക്ഷേ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അതും കൂടെ കാണിച്ചു തരാം, ആല. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ വരും, അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എപ്പോഴാണ് പണി നടക്കുക? രാവിലെ നടക്കും. അപ്പോൾ ഇനി വേറൊരു രാവിലെ വരാം, വേറൊരു ദിവസം. ശരി, എല്ലാവരും കൂടി നടക്കുമ്പോൾ രസം ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഒരാളുള്ളപ്പോ ചെയ്യാം. അപ്പൊ നിങ്ങളതൊക്കെ ആരാ തരിക? ചെയ്ത് വെച്ചു. അപ്പൊ ഇനി തീരും, 6 മാസത്തിനുള്ള ഉണ്ട് സാധനം അല്ലേ? അപ്പൊ ഇനി ഇറക്കാനേ പറ്റുള്ളൂ. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് എന്താ പിന്നെ ചെയ്യുന്നത്? അയാൾക്ക് സൗകര്യമുണ്ട്, നിങ്ങൾക്ക് സൗകര്യം. നിങ്ങൾക്ക് സൗകര്യം. നിങ്ങൾ ഇനിയിപ്പോ കയറ്റുമതി ഇറക്കുമതി അതാണിപ്പോ. അപ്പൊ പൈസ കൂടും ചെയ്യും. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കച്ചവടം ഇനി നല്ല ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ചേച്ചി സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ. പക്ഷെ ഇത് എന്താ സംഭവം എന്നറിയോ? എല്ലാവരും ന്യൂ ജനറേഷനായി, പുതിയ ആൾക്കാരായി. അപ്പൊ അതുകൊണ്ട് പഴയതൊന്നും ആർക്കും ഇഷ്ടമല്ല. പണിയെടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് സംഭവം. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാല് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ കൂട്ടാനൊക്കെ ഇതിന് വെച്ചാ അടിപൊളിയാണ്. 3 ദിവസം ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാർക്ക് അറിയില്ല. ഉണ്ടാവും. പിന്നെ എൻ്റെ ഉമ്മക്ക് പിന്നെ ഇറച്ചി കൂട്ടാനും മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്. പിറ്റന്നാൾ രാവിലെ ചായൻ്റെ കടിയിരിക്കും, വൈകുന്നേരം പിന്നെ പിറ്റന്നാൾ ചോറിലേക്കും. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. ചോറിലിട്ട് കുഴച്ചിട്ട് തിന്നല്. അതുപോലെ അമ്മിമ്മ ചമ്മന്തി അരച്ചു കഴിഞ്ഞാല് പിന്നെ അതിന് ചോറിട്ടിട്ട് തിന്നിട്ട് ഓരോരുത്തർക്കും ഒരു ഉരുള കൊടുക്കും. എനിക്ക് കിട്ടിയില്ല എന്ന് അറിയാം ആൾക്കാർ. അതൊന്നും ഇപ്പൊ നടക്കൂല. ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ മിക്സിയിലിടുക, വേഗം കഴിക്കുക, പരിപാടി കഴിക്കുക. അതാണ് ഇപ്പോൾ പരിപാടി. അപ്പം എന്നാൽ ശരി ചേച്ചി, വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, കച്ചവടം നല്ല നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ദൈവത്തിനോട്. അപ്പോൾ വെയിൽ കൊള്ളണ്ട, അവിടെ മാറിയിരിക്കുക. അത് ശരിയാണ്. ആയിക്കോട്ടെ, നല്ല ഇതാണ് കേട്ടോ, നല്ല സംഭവമാണ് അത്. ഞാനിപ്പോൾ ഒരു ചട്ടി വാങ്ങി. നമ്മളെ വീട്ടിലും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ നല്ല ഉപയോഗിക്കുന്നതാണല്ലേ? വലുതാണല്ലേ? ശരി. അതിൻ്റെ ആവശ്യമില്ല. കുട്ടിക്ക് പൊടി കൊടുക്കാനല്ലേ? ശരിയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ കുട്ടിക്ക് പൊടി കൊടുക്കുന്ന ഒരു ചട്ടി, ചെറിയ ചട്ടി വാങ്ങാനുള്ളൊരു കച്ചവടം അപ്പോൾ നടക്കുന്നത്. എല്ലാവരും ചട്ടിയിൽ ആണ് പൊടി കുറുക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ മൂപ്പർ വാങ്ങിയിരിക്കുന്നത്. മൂപ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കച്ചവടം നടക്കും. ഞാനൊരു ചട്ടി വാങ്ങി. അതിൻ്റെ മുന്നേ ഒരു സ്ത്രീയും ഒരാളും വന്നിട്ട് വേറൊരു ചട്ടി, 2 ചട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെന്തായാലും ചേച്ചിക്ക് നല്ല കച്ചവടം വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ചട്ടിയും പാത്രമൊക്കെ വെക്കുന്ന ആളായിരുന്നു. അന്നേരം കുറച്ച് നമ്മളെ ചേച്ചീനെ പരിചയപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്.
നിങ്ങളെല്ലാവരും പറ്റും. നമ്മളെ കുറ്റിക്കാട് പൊന്നാനി കുറ്റിക്കാട്ടിലാണ്. അവർ ഇവിടെ വാണിയത്തിന് മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ വിൽക്കാറുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും ചേച്ചീനെ സഹായിക്കുക. എല്ലാവരും മേടിച്ചിട്ട് അതിനെ ഒരു നേരം സഹായിക്കണം കേട്ടോ. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനും ചട്ടി ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. എപ്പോഴും ഒരു ചട്ടി ഞാൻ വാങ്ങിക്കുന്നത് ഞാനെടുത്ത ചട്ടി ഇതാണ് ഞാനിപ്പോൾ എടുത്ത ചട്ടി ഇതാണ്. ഇത് കുഴപ്പമില്ല. ഞാനിടയ്ക്ക് കൂട്ടാൻ ചട്ടിയും പിന്നെ കഞ്ഞി വെക്കുന്ന ചട്ടിയും അതുപോലെ തന്നെ എല്ലാ ചട്ടിയും ഞാൻ വാങ്ങാറുണ്ട്. ഇതപ്പോൾ ഇന്നൊരു ചട്ടി വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത് നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനപ്പുറം വേറൊരു പാത്രമില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ സൂക്ഷിക്കേണ്ട ഒരു സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാങ്ങിയിട്ട് പാക്കാക്കുക. ഓക്കെ.